ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകി. പരിശോധനയില്ലാതെ ഒരു വോട്ടറെയും ഒഴിവാക്കില്ല. ആരെ ഒഴിവാക്കിയാലും കാരണം വ്യക്തമാക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി കരട് പട്ടിക പങ്കുവച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ പറയുന്നു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, എന്താണ് ഈ സത്യവാങ്മൂലത്തിന്റെ ഉള്ളടക്കം? അനീഷ, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഇപ്പോൾ പുതിയ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വോട്ടർ പട്ടികയിൽ നിന്നും ആരെയെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ടാകും. ആ കാരണം ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒരാളെ പോലും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുക എന്നാണ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാരണമില്ലാതെ ആരെയും വോട്ടർ പട്ടികയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാരണവശാലും ഒഴിവാക്കില്ല. ഒരാളെ ഒഴിവാക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശം ഉണ്ടാകും. ആ കാരണം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്നും കൂടി കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കമ്മീഷൻ പുറത്തുവിടുന്നുണ്ട്. എന്നാൽ ഇതുവരെയും ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിന്മേൽ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പകരം വ്യക്തികളിൽ നിന്നും 1000-ലധികം പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോലും ഒരു പരാതികൾ പോലും ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. പകരം വ്യക്തികളിൽ നിന്ന് കമ്മീഷന് 1000-ലധികം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ആ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചു വരികയാണെന്ന് കൂടി കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സത്യവാങ്മൂലത്തിലൂടെ. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.